ഹലോ ഗുഡ് ഈവനിങ് കൂട്ടുകാരെ, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്നൊരു സാധനത്തെക്കുറിച്ചാണ്. കാരണം മിക്ക സ്ഥലങ്ങളിലും ഉള്ളതാണ് മധുരച്ചീര. അപ്പോൾ മധുരച്ചീരയെക്കുറിച്ചുള്ള ഒരു കാര്യമാണ് പറയാൻ വന്നത്. നമുക്ക് മധുരച്ചീര ഒരുപാട് പ്രോട്ടീനും അന്നജവും അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉള്ളതാണ് ഈ മധുരച്ചീര എന്ന് പറയുന്നത്. അത് മുഖത്തിൻ്റെ സൗന്ദര്യം കൂട്ടാനും അതുപോലെ തന്നെ നമുക്ക് വേണ്ടപ്പെട്ട എല്ലാ വൈറ്റമിൻസും അതിലടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മധുരച്ചീര കഴിക്കുന്നതിലൂടെ നമുക്ക് സൗന്ദര്യം നിലനിർത്താനും സൗന്ദര്യം വീണ്ടെടുക്കാനൊക്കെ കഴിയുമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കൂ? പക്ഷേ സത്യം അതാണെന്ന് വെച്ചാൽ, മധുരച്ചീര ഒരു 30 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ യൗവനം നിലനിർത്താമെന്നാണ് പറയുന്നത്. അതായത് വളരെ നല്ല റിസൾട്ടാണ് മധുരച്ചീര കഴിക്കുന്നതിലൂടെ. നമുക്ക് വേണമെങ്കിൽ മധുരച്ചീരയ്ക്ക് ഒരു പാക്ക് തന്നെ ഉണ്ടാക്കി നമുക്ക് ഇടാൻ പറ്റും. അതായത് മധുരച്ചീര ആയാലും പിന്നെ പച്ചച്ചീര ആയാലും നമുക്കത് പാക്കായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. മധുരച്ചീരയാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള, കഴിക്കാനായിട്ട് ഏറ്റവും നല്ലത് മധുരച്ചീരയാണ്. പിന്നെ ഇനി ഇത് പാക്കായിട്ട് ഇടുന്ന രീതി ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, മുഖം നല്ല സുന്ദരമായിട്ട് മാറാനും അതുപോലെ തന്നെ കഴുത്തിന് പുറമേയും കഴുത്തിൻ്റെ ബാക്ക് സൈഡ് എല്ലാ ഭാഗവും നല്ല ക്ലീൻ ആവാനും, പിന്നെ അല്പം വീട്ടിലിരുന്ന് മെനക്കെട്ടാൽ മതി, ഭയങ്കര റിസൾട്ടാണ്. അതായത് നമുക്കിപ്പോൾ നമ്മൾ ഒരുപാട് ടിപ്സുകൾ ചെയ്യുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. എങ്കിലും നമുക്കിതും വളരെ നല്ല റിസൾട്ടാണ്. അതായത് ഈ മധുരച്ചീര കഴിക്കുന്നതിനും തന്നെ വളരെ നല്ലതാണ്, പാക്കായിട്ടിടുന്നതിന് നല്ലതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മധുരച്ചീര അല്ലാന്നുണ്ടെങ്കിൽ ഏത് പച്ചച്ചീര ഏതായാലും, പക്ഷേ മധുരച്ചീരയിൽ ഒരുപാട് വൈറ്റമിൻസൊക്കെ ഉള്ളതാണ് മധുരച്ചീര. എങ്കിലും നിങ്ങൾ കിട്ടുന്ന ചീര, പച്ചച്ചീരയാണ് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ നിങ്ങളതും ക്യാരറ്റിൻ്റെ നീരും പച്ചച്ചീരയും കൂടി അരച്ചതിന് ശേഷം അതൊരു പാക്കായിട്ട്, പച്ചച്ചീര എന്ന് പറയുമ്പോൾ മധുരച്ചീരയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു പക്ഷേ മധുരച്ചീര കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പച്ചച്ചീര അരച്ച ശേഷം ഇത് രണ്ടും കൂടി പാക്കായിട്ട് മിക്സ് ചെയ്ത് നിങ്ങൾ ഒരാഴ്ച മുഖത്തും കഴുത്തിലും കയ്യിലും എല്ലാം ഇട്ട് നോക്കിയാണ് അതിൻ്റെ മാറ്റം നല്ല ഭംഗിയായിട്ട് അറിയാൻ കഴിയും. ചെയ്തു നോക്കുക. ഇതെന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളിലും ഉള്ളതാണ് ഈ മധുരച്ചീര. ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. നമ്മുടെ വീട്ടിൻ്റെയൊക്കെ ബാക്ക് സൈഡിലായാലും പുറത്തായാലും എവിടെ പോയാലും മധുരച്ചീര കിട്ടാറുണ്ട്. ചില ആൾക്കാർ തോരൻ വെച്ച് കഴിക്കാറുണ്ട്. ഭയങ്കര ടേസ്റ്റായിട്ടുള്ളൊരു സംഭവമാണ്. ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടും, ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല. അത് ഏത് സാധനമായാലും അങ്ങനെ തന്നെ. അപ്പോൾ നിങ്ങൾ ഈ മധുരച്ചീര കിട്ടുകയാണെങ്കിൽ ഇതൊരു പാക്കായിട്ട് നിങ്ങളെ മുഖത്തിട്ട് നോക്കുക. വളരെ വലിയ റിസൾട്ടാണ്. നിങ്ങളത് ചെയ്തു നോക്കുക. ഇനി ഞാനൊരു ചെറിയൊരു കുഞ്ഞ് ടിപ്സ് പറഞ്ഞു തരാം. ചൂട് കാലമൊക്കെ ആകുമ്പോഴത്തേക്ക് ഭയങ്കരമായ കൊതുകിൻ്റെ ശല്യമാണല്ലേ. അപ്പോൾ നമുക്ക് കൊതുകിൻ്റെ ശല്യം മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ചൂട് വെള്ളത്തിൽ അല്പം സോപ്പ് കലർത്തി മുറിയിൽ വെക്കുകയാണെങ്കിൽ കൊതുക് കടിക്കുന്നത് ഒഴിവാക്കാൻ പറ്റും. അതായത് കുറച്ച് ചൂടുവെള്ളം എടുത്ത ശേഷം സോപ്പ് കലർത്തി അതിനെ റൂമിനകത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് കൊതുകടിയിൽ നിന്ന് മോചനം കിട്ടും. അതുപോലെ തന്നെ മറ്റൊരു ടിപ്സ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ പല്ലിയുടെ ശല്യം കൂടുതലുള്ള സ്ഥലങ്ങളിൽ കുറച്ച് മുട്ടയുടെ തോട് അവിടെ ആയിട്ട് ഇട്ട് കൊടുത്താൽ പല്ലി ശല്യം കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഈ ടിപ്സുകൾ പറയാനാണ് ഞാൻ വന്നത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. നാളെ ഞാൻ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ.